എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മറ്റന്നാൾ വിഷു ആണല്ലോ. വിഷുവിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വ്ലോഗ് ഇവിടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒത്തിരി ഒരുക്കം എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കുറച്ച് വിഷു കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാം. പിന്നെ എനിക്ക് ഇപ്രാവശ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്നൊരാഗ്രഹമുണ്ട് വിഷുവിന് കണി വെക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പോകണം. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിച്ചുകൊണ്ടുള്ള ഒരു വ്ലോഗ്. പിന്നെ സദ്യയുടെ കാര്യങ്ങൾ. സദ്യക്ക് അങ്ങനെ ഒത്തിരി ഇഞ്ചിക്കറിയൊന്നും ഞാൻ ഇപ്രാവശ്യം വിഷുവിന് ഞാൻ അങ്ങനെ ഇഞ്ചിക്കറി ഉണ്ടാക്കാറില്ല. ഞാൻ കൂടുതലും നമ്മുടെ പുളി ഇഞ്ചിയും ഓണത്തിനാണ് ഞാൻ ഉണ്ടാക്കാറ്. വിഷുവിന് ഞാൻ ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഉണ്ടാക്കാറില്ല ഞാൻ അങ്ങനെ. ആ വകയില്ല. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന്. എന്തായാലും ഇവിടെ പാളയംകുടം പഴവും ഒക്കെ കിട്ടും. ഉണ്ണിയപ്പം ചട്ടിയും കയ്യിലുണ്ട്. ഞാൻ വിചാരിച്ചു, ഇതുവരെ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഒന്നും ചെയ്തിട്ടുമില്ല എൻ്റെ ചാനലുകളിൽ. എൻ്റെ 2 ചാനലിലും ഞാൻ ചെയ്തിട്ടില്ല. എന്താണെന്നറിയത്തില്ല. എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാനതിങ്ങനെ ഞാൻ ഒരു 2-3 കൊല്ലം മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഒരു 1-2 തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സംഗതി. പക്ഷെ എനിക്കെന്തോ അങ്ങനെ അതിഷ്ടമാണെങ്കിൽ അതങ്ങനെ ഉണ്ടാക്കാൻ തോന്നാത്ത ഒരു കാര്യമാണ്. എന്താണെന്നറിയത്തില്ല. ഞാൻ ഇപ്രാവശ്യം വിഷുവിന് അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതുവരെ ഞാൻ ചെയ്തിട്ടും ഇല്ലല്ലോ. മറ്റു ചാനലിൽ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്കിത് അതും ഒന്ന് കാണിച്ച് അങ്ങനെ ഒരു 2-3 ദിവസത്തെ കാര്യങ്ങളൊക്കെ കൂടെ ചേർത്തുള്ള ഒരു വ്ലോഗ് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ ഈ ഇൻട്രോ എടുക്കും. ഇപ്പോൾ ഒരു ശനിയാഴ്ച ഒരു ഉച്ചയൊക്കെ ആകാറായി. ഞാൻ വിചാരിച്ചു ശനി ഞായറും ശ്രീഹരി ഉള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാം. ഇന്ന് തന്നെ സദ്യയുടെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. നാളെ ആകുമ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഒന്നാമത് വൃത്തിയായിട്ട് വാങ്ങിക്കാനും പറ്റത്തില്ല. ഞങ്ങൾ വിചാരിച്ചു ഇപ്പം ഈ ഉച്ച സമയത്ത് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ തിരക്ക് കാണത്തില്ല എന്നുള്ള പ്രതീക്ഷയിൽ പോവാണ്. അവിടെ പോയി കാര്യങ്ങളൊക്കെ സദ്യയുടെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വൈകുന്നേരം മലയാളിക്കടയിലൊക്കെ പോകണം. കുറച്ച് കണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത് ഇന്ന് പോകണോ നാളെ പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. നമുക്ക് വിഷുവിൻ്റെ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാം. നമ്മൾ ഇപ്പോൾ ഉച്ച കഴിഞ്ഞു. ഉച്ചയ്ക്ക് പോയി ആദ്യം ചെന്നിടത്ത് ഭയങ്കര തിരക്കുമായിരുന്നു. പിന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. പടവലങ്ങയും ചേനയും ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ അവിടുന്ന് പച്ചക്കറി ഒന്നും വാങ്ങിച്ചില്ല. പഴം, അവിടുത്തെ നേന്ത്രപ്പഴം നല്ലതാണ്. ഒരുമാതിരി നമ്മുടെ നാടൻ രീതിയിലുള്ള നേന്ത്രപ്പഴം കിട്ടും. അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്ന് സദ്യയുടെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി പാളയംകുടം പഴം, പപ്പടം, പാലട ഈ വക കാര്യങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകണം? മലയാളിക്കടയിൽ പോകണം. അതുകൂടാതെ കുറച്ച് മുട്ടാങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. പക്ഷെ ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാറുണ്ട്. മഴക്കാറിങ്ങനെ നിൽക്കുകയാണ്. കുറേ നേരം ഇങ്ങനെ നിൽക്കുക. ഞങ്ങൾ ഇപ്പം പെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. പക്ഷെ ഇതുവരെ പെയ്യുന്നില്ല. പിന്നെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇറങ്ങി പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തും കൂടെ കയറണം. മഴയൊന്നും പെയ്തില്ലെങ്കിൽ അവിടെ കയറുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യും. അത് മാത്രമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. അത് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കാരണം മഴ
പെയ്യുന്നില്ല എന്നാ പെയ്യുമോ അങ്ങനെ ഒരു രീതിയിൽ. ഇന്നലെ ഇങ്ങനെയൊക്കെ നിന്ന് രാത്രിയായപ്പം കുറച്ച് ചാറി അങ്ങ് പോയി അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് പിന്നെ കണിക്കൊന്നയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കണിക്കൊന്നയൊക്കെ കിട്ടിയായിരുന്നു ഇവിടെ ഒരു കടയിൽ നിന്ന്. ഞാൻ വിചാരിച്ചു അതൊക്കെ നാളെ ആകുമ്പോൾ തീർന്നു പോകുന്നൊന്നും എനിക്കറിയത്തില്ല, ഇപ്പം വന്നിട്ടുണ്ടോയെന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഇനിയും പാളയംകോടൻ പഴവും മേടിക്കണം, കണിക്കൊന്നയും വാങ്ങിക്കണം. അതല്ലാതെ ബാക്കി പിന്നെ ഈ പാലട മറ്റേ അതല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ പോകാൻ പറ്റുന്ന വിചാരിച്ചാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. ഇതുവരെ മഴയൊന്നും പെയ്യുന്നില്ല. ലക്ഷണം കണ്ടിട്ട് മഴ പെയ്യത്തില്ല എന്ന് തോന്നുന്നു. പോട്ടെ. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വിഷുവിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ എല്ലാ പ്രാവശ്യം അവിടെ പോകുമ്പോഴത്തേക്കിനും ഈ പാളയംകോടൻ പഴം ഞാൻ വാങ്ങിക്കുന്ന, എപ്പോൾ ഞാൻ പോയാലും അവിടെ പഴം കാണും. ഇത് തിന്നാൻ ഇഷ്ടമായതുകൊണ്ട് ഞാനത് വാങ്ങിക്കും. ഇപ്രാവശ്യം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അതും ഒരു ചെറുപഴവും അവിടെ ഇല്ല. ഒരു ചെറുപഴവും, നേന്ത്രപ്പഴം മാത്രമേ ഉള്ളൂ, ഒന്നും അവിടെ ഇല്ല. ഇനി നാളെ രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഞാൻ പോവുമോന്ന്. ഇനി നാളെ രാവിലത്തെ മൂഡ് പോലെ ഇരിക്കും. നാളെ ഉച്ചയ്ക്ക് മുമ്പ് പോകണം. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്തായാലും തീർന്നു പോവും, വിഷു ഒക്കെ അല്ലേ. അപ്പം എനിക്ക് അറിയത്തില്ല പോവോന്നുള്ള. പോയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് നല്ല പഴുത്ത റോബസ്റ്റ് അപ്പഴം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല പഴുത്ത ചെറുപഴങ്ങൾ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ പഴക്കടയുണ്ട് അവിടെ പോയി ചോദിക്കും. പക്ഷെ പാളയംകോടൻ എന്ന് പറയുന്നില്ലേ മൈസൂർ പൂവൻ, അത് ഉണ്ടോന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറുപഴം മതിയെന്ന് വെക്കും അങ്ങനെ ഞാനങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ണിയപ്പം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഉള്ളത് നമുക്ക് ഇല്ലാത്തപ്പോൾ ഉള്ളത് വെച്ച്. പണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വിഷു ലോക്ക്ഡൗൺ ആയിരുന്നു. കല്യാണം കഴിഞ്ഞുള്ള ഫസ്റ്റ് വിഷു ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ ലോക്ക്ഡൗണിലിരിക്കുകയായിരുന്നു. ഒരു കുന്തവും ഇല്ലായിരുന്നു. ഞാൻ അന്ന് രാവിലെ എന്തോ എനിക്ക് ഒരു ഓർമ്മയിൽ ക്യാപ്സിക്കവും പിന്നെന്താ തക്കാളി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് ഞാൻ ആദ്യമായിട്ട് കണി വെച്ചത് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. ഒന്നുമില്ലായിരുന്നു ആദ്യമായിട്ട് കണി വയ്ക്കാൻ വേണ്ടി. അപ്പം പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങൾ, ഞാൻ പഴുത്ത മാങ്ങയൊക്കെ തീർന്നു പോയി എന്ന് തന്നെ വിചാരിച്ചാണ് വിഷു ആയതുകൊണ്ട് പോയത്. പക്ഷെ എനിക്ക് പഴുത്ത മാങ്ങകൾ കിട്ടി. ഇത് മൂവാണ്ട മാങ്ങയാണ്, പഴുത്ത മൂവാണ്ട മാങ്ങയാണ് ഇത്. പക്ഷെ പഴുത്ത് വരുന്നേ ഉള്ളൂ. ഞാൻ മുഴുവനും പഴുത്തിട്ടില്ല. ഞാൻ ഒത്തിരി പഴുക്കാത്ത നോക്കി എടുത്തിരിക്കുന്നത്. ഞാൻ 6-7 വർഷമായി കാണും പഴുത്ത മൂവണ്ട മാങ്ങയൊക്കെ കഴിച്ചിട്ട്. അതൊരു 3 എടുത്തു. പിന്നെ ഈ മറ്റേ ചന്ദ്രക്കാരൻ മാങ്ങ എന്ന് പറയുന്നത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന മാങ്ങയില്ലേ, അതും പഴുത്തത് കിട്ടി. കുറച്ചുകൂടെ ഒക്കെ പഴുക്കാനുണ്ട്. ഞാൻ ഒത്തിരി അങ്ങ് പഴുത്തു പോയത് എടുത്തില്ല. മറ്റന്നാളത്തേക്ക് പുളിശ്ശേരി വെച്ചാൽ പോരെ. അപ്പം അതും എടുത്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്ന് വെച്ചാൽ ഞാൻ പഴുത്ത മാങ്ങ എന്തായാലും തീരുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എന്തായാലും വിഷു ആയതുകൊണ്ട് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകും, തീരും എന്നൊക്കെ വിചാരിച്ച് ഞാൻ മാമ്പഴ പുളിശ്ശേരി മാറ്റിയിട്ടത് പൈനാപ്പിൾ പുളിശ്ശേരി ആക്കിയാലോ എന്നൊക്കെ ചിന്തിച്ച്. എന്തായാലും പൈനാപ്പിൾ എവിടെ ചെന്നാലും കിട്ടും, അപ്പം അതാക്കിയാലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചാണ് ഞാൻ പോകുന്നത്. ഏതായാലും അത് കിട്ടി. പിന്നെ ചക്കയൊന്നും ഞാൻ വാങ്ങിച്ചില്ല. വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ചക്കയൊക്കെ. ഞാൻ വളരെ കുറച്ച് ഐറ്റം വെച്ചൊക്കെ വിഷുവിന് ഒരുക്കത്തുള്ളൂ. അങ്ങനെ ഒത്തിരി ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ വെക്കാറില്ല.
ഇപ്പം കിട്ടിയപ്പം പഴുത്ത മാങ്ങ, പിന്നെ പഴം വയ്ക്കും, തേങ്ങ, പിന്നെ എന്തെങ്കിലും പച്ചക്കറി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് ഞാൻ ഒരുക്കുന്ന. ഒത്തിരി കാര്യങ്ങൾ ഈ പറഞ്ഞാൽ ഞാൻ വെക്കാറില്ല. അപ്പം 1-2 ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കൂട്ടാൻ വെക്കാനും പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ചെല്ലുമ്പം കിട്ടിയില്ലെങ്കിൽ സാധാരണ ഞങ്ങൾ ഇതിനു മുമ്പ് നാട്ടിൽ പോകും. ഒരു കഴിഞ്ഞ തവണയൊക്കെ വിഷു ആ ഒരു ഏപ്രിൽ സമയത്ത് നാട്ടിൽ പോയായിരുന്നു. അപ്പം ഞാൻ പഴുത്ത മാങ്ങയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നു, പുളിശ്ശേരിയൊക്കെ വെച്ചു. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഴുത്ത മാങ്ങ പുളിശ്ശേരിയൊക്കെ ഞാൻ അങ്ങനെ വെച്ചായിരുന്നു. അപ്പം നമ്മുടെ നാടൻ മാങ്ങ കിട്ടും. പക്ഷേ ഇത്തവണ ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് എനിക്കിത് കിട്ടുമെന്നുള്ളത്. ഞാൻ വിചാരിച്ചു ഇത് കിട്ടിയില്ലെങ്കിൽ പൈനാപ്പിൾ പുളിശ്ശേരി വെക്കാം. അല്ലെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു അതിൻ്റെ പിറ്റേ വർഷം നമ്മൾ 2021 ലോക്ക്ഡൗൺ ആയിരുന്നു വിഷു ടൈമിൽ. അപ്പം ഞാൻ സാധാരണ ഇവിടെ കിട്ടുന്ന നമ്മുടെ പഴുത്ത മാങ്ങയില്ലേ, പൂളുന്ന പഴുത്ത മാങ്ങ, ഇവിടങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അത് വെച്ച് ഞാൻ പഴുത്ത മാങ്ങ പുളിശ്ശേരി വെച്ചിട്ടുണ്ട്. അതും കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഇതെടുക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ ആ ഒരു ഇത് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ വെക്കാമെന്നൊക്കെ വിചാരിച്ച് കിട്ടിയില്ലെങ്കിൽ. പിന്നെ എനിക്ക് ഇപ്രാവശ്യം സ്ഥിരം കിട്ടുന്ന ഒരു കാര്യം കിട്ടാത്ത നമ്മുടെ പാലടയാണ്. എനിക്ക് റൈസ് പാലട ഞാൻ സാധാരണ പാലട മിക്സ് വെച്ച് ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. മിക്സിൽ അങ്ങനെയെന്നല്ല, ഞാൻ പാലട മിക്സ് വെച്ചേ പാലട വെച്ചിട്ടില്ല. റൈസ് പാലട നമ്മുടെ ഡബിൾ ഹോൾസിൻ്റെ ഉണ്ടല്ലോ, അതാണ് ഞാൻ മിക്കവാറും ഉപയോഗിക്കുന്നത്. അത് വെച്ചാണ് ഞാൻ പാലട ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തവണ അതവിടെ ഇല്ലായിരുന്നു. അതിന് പകരം ഈ കിച്ചൺ ട്രഷേഴ്സിൻ്റെ പാലട പായസം മിക്സ് ആയിരുന്നു. എന്നാൽ പിന്നെ ഇത്തവണ അങ്ങനെ അയക്കാൻ, എല്ലാ പ്രാവശ്യം ഇതായിട്ടല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ ഇതിനകത്ത് ഇതെങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ കാര്യങ്ങളുടെ കിടപ്പ്. പിന്നെ പപ്പടം എന്തായാലും കിട്ടി. പിന്നെ കണിവെള്ളരി അത് കിട്ടി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വിഷുവിന് വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാം വെക്കാവല്ലോ, ഒരുമാതിരി പച്ചക്കറികളും. ഞാൻ പല രീതിയിൽ ഒത്തിരിയൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കാറുള്ളൂ, ഒത്തിരി അങ്ങനെ വെക്കാറില്ല. കുറച്ചിങ്ങനെ മെയിനായിട്ടും കണിവെള്ളരി, മാമ്പഴം, തക്കാളി, പിന്നെന്താ കൊന്നപ്പൂ കിട്ടി. അത് ഞാൻ കാണിക്കാം. കൊന്നപ്പൂ അവിടെ കഴിഞ്ഞ തവണ ചില തവണകളിലൊന്നും എനിക്ക് അങ്ങനെ കിട്ടാറില്ല. ഞാൻ ചെല്ലുമ്പോഴത്തേനും തീർന്നു പോകാറുണ്ട്. കഴിഞ്ഞ തവണയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു കേരള സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങളിപ്പോൾ പോകുന്ന ഈ സൂപ്പർ മാർക്കറ്റ് കട പോലെ ഒത്തിരി ഐറ്റംസ് ഒന്നും വരാറില്ല. അത് കുറച്ചുകൂടെ എന്താ പറയുന്നത്, അങ്ങനെ എല്ലാ കേരള ഐറ്റംസും വരാറില്ല, ഇതുപോലെ വരത്തില്ല. അതുകൊണ്ട് അവിടെ ഞാൻ അധികം അങ്ങനെ പോകാറില്ല. എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത്, അങ്ങനെ കേരള ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകാറില്ല. ഇവിടെയാണ് ഞാൻ മെയിനായിട്ടും അവിടെയും. പിന്നെ വേറൊരെണ്ണം ഞാൻ ഇടയ്ക്ക് പോകുന്നത് സ്ഥലപ്പേര് കല്യാൺ നഗർ, ആ ഭാഗത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. അവിടെയും മിക്കവാറും എല്ലാ കേരള ഐറ്റംസും വരും, കേരള ഇതും വരും. അപ്പം അതും അവിടെയും പോകാറുണ്ട്. അപ്പോൾ ഇത് 2 കെട്ട് 100 രൂപ. അപ്പം ഇത് അവര് പറഞ്ഞത് ഞാൻ എടുക്കുന്നില്ല, എനിക്കിപ്പോൾ തന്നെ നന്നായിട്ട് പൊതിഞ്ഞ് അങ്ങ് കണ്ട ന്യൂസ് പേപ്പർ ഇതിനകത്ത് പൊതിഞ്ഞ് തന്നു. അപ്പം അതിനകത്ത് പൊതിഞ്ഞ് അങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് നാളെ കണി വെക്കാൻ നേരത്തെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കണമെന്ന് എന്നോട് പറഞ്ഞു, നല്ല രീതിയിൽ പൊതിഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കും. ഞാൻ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെക്കട്ടെ. അപ്പം ഇനി നമുക്ക് നാളെ ബാക്കി വീഡിയോസ് നാളെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇന്നിപ്പം ഞാൻ എന്താ പറയുന്നത്, ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് കയറി കിടന്നുറങ്ങാൻ പോവാണ്. നമുക്കിനി നാളെ കാണാം. ഹായ്, ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ വിചാരിച്ച പോലെ തന്നെ
എനിക്ക് പഴം കിട്ടിയില്ല, ഉണ്ണിയപ്പം ഉണ്ടാക്കണ്ട. ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേനും അവിടെ ഇല്ല, ഇന്ന് വരാൻ സാധ്യതയില്ലെന്ന് അവർ പറഞ്ഞു. പിന്നെ ഇനി ഇവിടെ അടുത്തുള്ള കടകളിലൊക്കെ, കടയെന്ന് വെച്ചാൽ കേരള സ്റ്റോറിൽ ഇത് കിട്ടത്തുള്ളൂ, ബാക്കിയുള്ളിടത്തൊന്നും ഇത് കിട്ടത്തില്ല, ഈ പാളയംകുടം പഴം അല്ലെങ്കിൽ മൈസൂർ പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊരു കേരള സ്റ്റോറുണ്ട്, അത് കുഞ്ഞാണ്, അതിനകത്ത് പ്രത്യേകിച്ച് അവിടെ വലിയൊരു കാര്യങ്ങളൊന്നും അങ്ങനെ എപ്പോൾ ചെന്ന് ചോദിച്ചാൽ അവിടെ ഒന്നുമില്ലെങ്കിൽ തീർന്നു പോയെന്ന് പറയും, അല്ലെങ്കിൽ അവിടെ ഇല്ല എന്ന് പറയും. അങ്ങനെയുള്ള ഒരു കടയാണ് അത്. അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് പോകാറില്ല, കാരണം എപ്പോൾ പോയാലും അവിടെ ഒന്നും കാണത്തില്ല. ഇവിടെ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഇവിടെ തന്നെ സാന്ദ്രമുള്ള കടയിലാണ് മിക്കവാറും എല്ലാം കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഈ താറാമുട്ടയൊക്കെ വാങ്ങിക്കാൻ പോകുന്നത്. അതൊരു 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ പോവുകയും ചെയ്യും. ഞങ്ങൾ എപ്പോൾ പോയാലും ഞാൻ ഈ പഴം, എനിക്ക് ആ പഴം തിന്നാനും ഇഷ്ടമാണ്, ഈ പാളയംകുടം പഴം എനിക്ക് തിന്നാൻ ഇഷ്ടമാണ്. എനിക്ക് ഞാലിപ്പൂവിനെക്കാട്ടിലും ആക്ച്വലി എനിക്ക് പാളയംകുടം പഴം തിന്നാൻ ഇഷ്ടം. അപ്പം അവിടെ പോകുമ്പോൾ ഞാനിത് വാങ്ങിക്കുന്ന അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാം. പക്ഷേ ഇന്നലെ പോയപ്പോഴേ എൻ്റെ മനസ്സിലൊരു ചെറിയൊരു എനിക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, അത് ഇപ്രാവശ്യം എനിക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ഞാനിങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്നൊക്കെ തീരുമാനിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒരു ചെറിയൊരു തോന്നൽ എനിക്ക് തോന്നിയായിരുന്നു. പോട്ടെ, ഇപ്പം അത് കിട്ടിയില്ലെങ്കിലും നമുക്ക് സാധാരണ പഴം വെച്ച് ഉണ്ടാക്കാം, റോബസ്റ്റയോ അല്ലെങ്കിൽ പഴുത്ത റോബസ്റ്റയോ, അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കാരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപഴം വെച്ച് നല്ല പഴുത്തത് നോക്കി വാങ്ങിച്ചാൽ മതി, അത് ഞാനങ്ങ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ ഞാൻ എള്ള് വാങ്ങിച്ചില്ല, എള്ള് വാങ്ങിക്കണം. പിന്നെന്താണ്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വലിയ പച്ചക്കറിയൊക്കെ ഓൾറെഡി വെക്കേണ്ടതൊക്കെ വാങ്ങിച്ചു, ഇല വാങ്ങിച്ചു, കൊന്നപ്പൂ കിട്ടി, ഭാഗ്യത്തിന് കൊന്നപ്പൂ വാങ്ങിച്ചു വെച്ചു. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ ഇതിനെല്ലാം ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഞായറാഴ്ചയും കൂടെ ഒരു കുന്തവും കിട്ടാൻ പോകുന്നില്ലായിരുന്നു. കാരണം ഇന്ന് എല്ലാവരും വന്ന് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും രാവിലെ തന്നെ. എല്ലാവർക്കും അവധിയുള്ള ഒരു ദിവസമല്ലേ ഞായറാഴ്ച, ഉറപ്പായിട്ട് വാങ്ങിച്ചുകൊണ്ട് ഒരു കുന്തവും കാണത്തില്ലായിരിക്കും. അപ്പം നമുക്ക് നോക്കാം, കിട്ടൂല്ലെന്ന് നോക്കാം, എന്നിട്ട് ഞാൻ പറയാം. അപ്പം ശരി, ഞാൻ പോട്ടെ. അപ്പോൾ എനിക്ക് കണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒത്തിരി ഒന്നുമില്ല കാര്യങ്ങൾ. ഞാനൊരു കൈതച്ചക്ക വാങ്ങിച്ചു, പിന്നെന്താ ഒരു പടലപ്പഴം, പിന്നെ ഒരു ചക്ക. ഇത് ഇടിഞ്ചക്കയാണെന്ന് തോന്നുന്നു, അതോ കണ്ടിട്ട് എന്താ പറയുന്നത്, ഒരു ഇടിഞ്ചക്കയിലും കുറച്ചുകൂടെ ഒരു ഒരു മൂപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ ചെറുത് കണ്ടപ്പോൾ ഇത് ഞാനിങ്ങനെ എടുത്തു. അങ്ങനെ ചക്ക കിട്ടി. പിന്നെന്താ, തേങ്ങ ഇന്നലെ പറഞ്ഞ, പിന്നെ സാധാരണ നമ്മൾ വെക്കുന്ന പോലെ മാമ്പഴം, കണിവെള്ളരിക്ക, തക്കാളി, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ സാധാരണ വെക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഞാൻ പേടിക്കാൻ പോയ കാര്യം എനിക്ക് കിട്ടിയില്ല. പാളയംകുടം പഴം ഇല്ല. ഈ വിഷു സമയത്ത് പാളയംകുടം പഴത്തിന് ഇത്ര പ്രിയമോ എന്ന് ഞാൻ ചിന്തിച്ചേ, കാരണം എങ്ങും ഇല്ല. ഞാൻ ചോദിച്ച മലയാളി കടകളിലൊന്നുമില്ല. പിന്നെ ഞാൻ ഇനി തപ്പാനൊന്നും പോയില്ല. പിന്നെ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയാകാറായി, ഇനി നമുക്കത് അരച്ചൊക്കെ വെക്കണം ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് രാത്രിയിൽ എടുക്കാനായിട്ട്. അപ്പം അതൊക്കെ ചെയ്യണം. പിന്നെ എനിക്ക് അരി ഉഴുന്നും വെള്ളത്തിടണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട് നാളത്തേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി സാധാ പഴം. അപ്പം ഞാൻ ഈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറിയപ്പം അവിടെ നമ്മുടെ ആ പച്ചക്കറി കടയിൽ ഒരു പഴുത്ത ചെറുപഴത്തിൻ്റെ കൊല തൂക്കിയിട്ടിരിക്കുന്നു. ഇപ്പം വരാവേ. അതിൽ നിന്ന് ഞാൻ നല്ല പഴുത്ത 2 പഴം നോക്കി ഇങ്ങനെ എടുത്തു. അതിന് പൈസ മേടിച്ചിട്ടുണ്ടാകത്തില്ല. ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ ഈ പഴം തന്നാൽ ഇതിൽ നിന്ന് ഞാൻ 2 എണ്ണം ചേർക്കും. ഈ പഴം ചേർത്ത് ഞാൻ നാളെ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എപ്പോൾ പാളയംകുടം പഴം ചോദിച്ചു ചെന്നാലും അവിടെയൊക്കെ കാണുന്നതാണ്. പക്ഷെ അവിടൊന്നും ഇന്നത്തെ ദിവസം ഇല്ല സംഭവം. പോട്ടെ. അപ്പം ഞാൻ ഇത് മാറ്റി വെക്കട്ടെ. ഇനി നമ്മുടെ അരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്.
രാവിലെ തന്നെ. ഇതൊരു 3-4 മണിക്കൂർ. 1 കപ്പ് പച്ചരി, ഞാൻ ഇഡ്ഡലി റൈസ് എടുക്കുന്നത്, ഇഡ്ഡലിയുടെ നമ്മുടെ ഇഡ്ഡലി അരി, അത് അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, നാട്ടിലെ എല്ലാം പച്ചരിയല്ലേ ഉപയോഗിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം ഇഡ്ഡലി റൈസ് ആയിരിക്കുന്നത്. അപ്പം അത് ഞാൻ കുതിർത്ത് രാവിലെ ഒരു 9 മണിയായപ്പോൾ ഇട്ട, ഇപ്പോൾ ഒരു 3-4 മണിക്കൂറോളം അത് കുതിർത്തിട്ട് നമുക്ക് ഉച്ചയ്ക്കെല്ലാം അരച്ചു വെക്കാം. കുറച്ചു നേരം കൂടെ കഴിയുമ്പോഴത്തേന് അരച്ചു വെക്കാം. ഒക്കെ ഞാൻ കൊണ്ടുവയ്ക്കട്ടെ. എന്നിട്ട് ഞാൻ ഉണ്ണിയപ്പമൊക്കെ അരയ്ക്കാൻ നേരത്ത് കാണാം. ഇനി എനിക്ക് ഇവിടെ ഇന്ന് ഉച്ചക്കത്തെ പരിപാടി ഇന്നലത്തെ കൂട്ടാനൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇനി കൂട്ടാനൊന്നും ഉണ്ടാക്കണ്ട, അരി മാത്രം വെച്ചാൽ മതി. അത് ഞാൻ ഇന്നലെ ആ ഒരു രീതി കണക്കാക്കിയാണ് ഞാൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയത്. കാരണം നാളെ ഇനി നമ്മൾ സദ്യയാണ്. അപ്പം ഇന്നലത്തെ ഒരു കാര്യം നമ്മൾ തലേദിവസത്തെ ഒന്നും എടുക്കത്തില്ലല്ലോ, സദ്യ ആയതുകൊണ്ട്. പിന്നെ സദ്യ കഴിഞ്ഞിട്ട് സദ്യയുടെ എന്തായാലും പിറ്റേ ദിവസം ബാക്കിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ മനസ്സിൽ വിചാരിച്ച് ഇന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും തീർക്കണം, നാളെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം ശരി, ഞാൻ പോയി ഉണ്ണിയപ്പം ഉണ്ടാക്കാറാവുമ്പോഴത്തേക്കിനും, ഇപ്പത്തിൻ്റെ മാവൊക്കെ കലക്കി വെക്കാറാകുമ്പോഴത്തേനും കാണാം. എനിക്ക് അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇടണം. അപ്പം അതൊക്കെ ചെയ്യട്ടെ. 1 കപ്പ് പച്ചരി കുതിർത്തതിലേക്ക് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിലേക്ക് 2 ചെറുപഴം, 2 ഏലയ്ക്ക, ഇതിലേക്ക് ഒരു 3/4 കപ്പ് ശർക്കര ഉരുക്കിയത്, ഇത്രയും ചേർത്ത് ഒരു സെമി ഫൈൻ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഒരു തരിതരിപ്പോടെ അരച്ചെടുക്കുക. അങ്ങ് വെണ്ണ പോലെ അരച്ചെടുക്കല്ലേ. എന്നിട്ട് ഇത് മാറ്റി അങ്ങ് വെക്കുക. ഒരു 6 hours എങ്കിലും വെക്കണം, അല്ലെങ്കിൽ ഓവർനൈറ്റ് കീപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഇപ്പം രാത്രി 11 മണിയായി. നാളെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഈ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നടക്കുന്നറിയത്തില്ല. ഇടയ്ക്ക് കുറേ നേരം ഒരു ക്ഷീണമൊക്കെ ആയിട്ട് ഞാൻ കുറച്ചൊരു ഇതായിപ്പോയി. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. ഞാൻ കണി ഒക്കെ ഞാൻ ഒരിക്കലും ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. പറഞ്ഞില്ല, ഞാൻ എൻ്റെ രീതിയിലൊരു എന്താ പറയുന്നുള്ള സംഗതിയൊക്കെ വെച്ചൊരു കണി ഒരുക്കി. അതങ്ങനെ പറയാനും മാത്രം ഒന്നും അതങ്ങനെ കാണിച്ച് പറയാനും മാത്രമുള്ള ഒരു അറിവ് എനിക്കില്ലാത്തതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. എല്ലാത്തിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഞാൻ കാണിക്കാതിട്ട്. പിന്നെ ഞാൻ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. ഇപ്പം രാത്രി 11 മണിയൊക്കെ ആയി. ഞാൻ 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ സദ്യക്കുള്ള കാര്യങ്ങൾ എല്ലാം അരിഞ്ഞ് ഒക്കെ വെച്ച്, തോരന്, ക്യാബേജ് തോരന്, ഇത് അവിയലിനുള്ള കഷ്ണങ്ങൾ, പിന്നെ ഇത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, ഇത് ബീട്രൂട്ട് പച്ചടിയുടെ സംഭവങ്ങൾ, ഇതെല്ലാം ഇനി ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റണം. പിന്നെ ഇത് കുറച്ച് കടുമാങ്ങ ഇടണം. മാങ്ങ അച്ചാർ ഇരിപ്പില്ല, നാരങ്ങ ഇരിപ്പുള്ളൂ, അപ്പം അതും കൂടി ഇടണം. പിന്നെ നാളെ പാലട പായസം വെക്കുന്നുണ്ട്, അപ്പം അതും. പിന്നെ മാമ്പഴപ്പുളിശ്ശേരി ഒന്നും ഞാൻ റെഡിയാക്കുന്നില്ല, നാളെ അത് എളുപ്പമാണല്ലോ, വലിയ പരിപാടിയില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം ഉച്ചയ്ക്ക് ഒരു 2:45 നമ്മുടെ ഇതിൻ്റെ കണ്ടോ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററെല്ലാം ആക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതും കൂടി ഇനി കണിക്ക് വെക്കണം. അതിന് മുമ്പ് അതിന് തേങ്ങാക്കൊത്തും എള്ളും ഒക്കെ മൂപ്പിച്ചിടണം. ആ പണിയും കൂടെ ഉണ്ട് ഇനി. അപ്പോൾ പിന്നെ ഞാൻ അരി ഉഴുന്നൊക്കെ അരച്ചു വെച്ചു. ഇഡ്ഡലി മാവും റാഗി മാവും, നാളെ ഇഡ്ഡലിയാണ്, നല്ല റാഗി മാവും അരി എല്ലാം അരച്ച് വെച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ക്ഷീണമായപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേനും എല്ലാം കൂടെ ഭയങ്കരമായിട്ട് താമസിച്ചു. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പം ആദ്യം നമുക്ക് എള്ളും നമ്മുടെ തേങ്ങാക്കൊത്തും കൂടെ മൂപ്പിച്ചതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഉണ്ണിയപ്പം ചുടുന്നതിന് മുമ്പ് അതിലേക്ക് നമുക്ക് ഈ എള്ളും തേങ്ങാക്കൊത്തും കൂടെ വറുത്തെടുക്കണം. അപ്പം നെയ്യ് ഒഴിച്ച് ചൂടാതിന് ശേഷം എള്ളിടുക, തേങ്ങാക്കൊത്തിടുക. അത് നന്നായിട്ട് ഒന്ന് മൂത്ത് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് തേങ്ങാക്കൊത്ത് വരുമ്പം തന്നെ അത് ആ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കുക. ഇനി നമുക്ക് ഉണ്ണിയപ്പം അങ്ങ് ചുട്ടെടുക്കാം. അപ്പം അത് നന്നായിട്ട് തേങ്ങയും കൊത്തും എള്ളും എല്ലാം മാവിൻ്റെ എല്ലാ സൈഡിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ അപ്പച്ചട്ടി, അപ്പക്കാര എന്ന് പറയും, അത് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത്
ഒഴിക്കണം. ഇച്ചിരി നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പം ഇച്ചിരി എണ്ണയൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഭയങ്കര നമുക്ക് അങ്ങനെ ഒത്തിരി അങ്ങ് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ അല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ എപ്പോഴും ഒന്നും ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നുമില്ല. അപ്പം ഞാൻ ഇത്തവണ ഇച്ചിരി നല്ലതായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എന്നാൽ അപ്പോഴാണൊരു ടേസ്റ്റ് വരുന്നത് ഉണ്ണിയപ്പത്തിന്. എന്നിട്ട് ചൂടായതിന് ശേഷം സ്പൂണിൽ ഇങ്ങനെ കോരി ഒഴിക്കുക. ഒരു പകുതിയൊക്കെ ഒഴിച്ചാൽ മതി, അങ്ങ് ഒത്തിരി നിറച്ചൊഴിക്കേണ്ട ഈ അപ്പക്കാരയുടെ കുഴിക്കകത്ത്. പിന്നെ ഇത്രയും നേരം എന്താ പറയുന്നത്, ഇത് മാവുണ്ടാക്കി അത്രയും സമയം ഇല്ലാത്തവർക്ക് എന്താ പറയുക, മാവ് അങ്ങ് അരച്ച് കഴിഞ്ഞ് ശകലം സോഡാപ്പൊടിയും കൂടി മാവിനകത്ത് ചേർത്ത് ഇളക്കി അങ്ങ് ചുട്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ വെച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോഴത്തേനും അടുത്ത് തന്നെ നിൽക്കണം. ഇട്ടേച്ചങ്ങ് പോകാനും വേറെ പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും കരിയും. പ്രത്യേകിച്ച് നടുക്ക് കിടക്കുന്നത് ഉറപ്പായിട്ടും കരിഞ്ഞു. അതുകൊണ്ട് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അടുത്ത് തന്നെ നിൽക്കുക. അപ്പം ഞാൻ ഏകദേശം ഒരു ബാച്ചൊക്കെ കഴിഞ്ഞു. അപ്പം അതിനകത്ത് മൂത്തത് ഞാനിങ്ങനെ നടുക്ക് ഉള്ളത് പെട്ടെന്ന് ആകുമല്ലോ. അപ്പം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ എല്ലാം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കണം. എന്നാലും ഉള്ളൊക്കെ വേഗത്തുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ പിന്നെ അങ്ങ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഒരു ബാച്ച് ചുട്ടെടുത്തു. പിന്നെ ഞാൻ അടുത്ത ബാച്ച് ഒഴിച്ചു. അതും ഏകദേശമൊക്കെ റെഡിയായി. ഈ 2 ബാച്ച് കംപ്ലീറ്റ് ആ ഒരു കുഴി അത് എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ എണ്ണാൻ മറന്നു കേട്ടോ. പിന്നെ കുറച്ചും കൂടെ എനിക്ക് കിട്ടി. ഇത്രയും കൂടെ കിട്ടിയപ്പോഴത്തേക്കിനും ഉണ്ണിയപ്പമൊക്കെ റെഡിയായി. പിന്നെ എണ്ണ ഒന്നും പിടിച്ചിട്ടില്ല. ഞാൻ ആദ്യം ഒഴിച്ച ആ ഒരു എണ്ണ തന്നെയാണ് ലാസ്റ്റ് വരെയും ഉപയോഗിച്ച്. അങ്ങനെ എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. അപ്പം നല്ല അടിപൊളിയായിരുന്നു. കുറച്ച് പഞ്ചസാരയൊക്കെ ഇങ്ങനെ വെതറി ഇനി നമുക്കിത് കണി വെക്കാൻ ഇടണം. ഇത് അടിപൊളി ഉണ്ണിയപ്പമായിരുന്നു. അപ്പോൾ ഞാൻ കണിയൊക്കെ റെഡിയാക്കി. എൻ്റെ കയ്യിലുള്ള സംഗതികളൊക്കെ വെച്ച് ഞാനൊരു കണി റെഡിയാക്കി. വലിയ ഡെക്കറേറ്റീവായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം രാത്രി 12:30 ഏപ്രിൽ 14 വിഷുവായി. ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വിഷുക്കണിയൊക്കെ കാണും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ഞാൻ എൻ്റെ പരിപാടിയൊക്കെ തീർത്ത് കിടന്നുറങ്ങാൻ പോവാണ്. രാവിലെ ഇപ്പം 5 മണിയാകുമ്പോൾ എണീക്കണമല്ലോ. ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാണ്ട് എനിക്ക് വലിയൊരു ക്ഷീണം തോന്നുന്നില്ല. പക്ഷെ ഇപ്പം ക്ഷീണമായി വരുന്നു. എനിക്ക് എൻ്റെ എല്ലാം തീർന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ എൻഡ് ക്ലിപ്പ് എടുക്കുന്നത്. അപ്പം ഉണ്ണിയപ്പം അത്യാവശ്യം നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, എണ്ണയൊന്നും അത് കുടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആദ്യം ഒഴിച്ച അത്രയും എണ്ണ തന്നെയാണ് ഞാനത് 3 ബാച്ചായിട്ടാണ് വറുത്തത്. 3 ബാച്ചിലും ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ അപ്പക്കാരം ചെറിയ കുഴികളായതുകൊണ്ട് വലിപ്പം കുറഞ്ഞു ഉണ്ണിയപ്പമാണ്. പിന്നെ ഞാൻ 1 കപ്പ് റൈസ് അല്ലേ എടുത്തിട്ടുള്ളൂ, ഒരൊറ്റ കപ്പ് റൈസ് എടുത്തിട്ടുള്ളൂ. അതിനകത്ത് ഞാനൊരു 2 കുഞ്ഞു പഴമാണ് ചേർത്തിരിക്കുന്നത്. പഴവും ഓവർ ആവല്ലേ, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 1 കപ്പ് റൈസിന് ആക്ച്വലി വലിപ്പം വലിയ ഇതാണെങ്കിൽ ഒറ്റ പഴം മതി. പഴം വലുതാണെങ്കിൽ 1 മതി. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെറിയ വണ്ണം കുറഞ്ഞ പഴം അതിൻ്റെ 2 എടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്താ പറയുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഞാൻ വിഷുക്കണിയൊക്കെ ഒരുക്കി. ഇനി നാളെ രാവിലെ വിളക്ക് കത്തിച്ച് വിഷുക്കണി കണ്ടാൽ മാത്രം മതി. നാളത്തെ വീഡിയോ കൂടെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ ഞാൻ ഓണത്തിന് ആഗ്രഹമൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് നാളെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഇന്നത്തെ ക്ഷീണം വെച്ച് എനിക്കറിയത്തില്ല. ഇന്നിപ്പോൾ ഇത്രയും നേരം ലേറ്റ് ആയില്ലേ ഒത്തിരി. നാളെ മിക്കവാറും ഞാൻ ഉണ്ടിട്ട് നല്ല ഉറക്കമൊക്കെ, അപ്പോൾ വേഗം പണി തീർക്കാനുള്ള ഒരു മൂഡിലായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി വിഷു. ഇനി നാളത്തെ വീഡിയോ എടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്.